നമസ്കാരം. കുംഭമേള, മഹാകുംഭമേള. ഇനി ഇതുപോലൊരു കുംഭമേള നടക്കാൻ 144 വർഷം നമ്മൾ കാത്തിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. നമുക്കിതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും അത് സാധ്യമല്ല. നമ്മുടെ മക്കൾക്കും ഒരു പക്ഷേ സാധ്യമാകുമായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് വരിക. ഒരു തലമുറയ്ക്കത് സാധ്യമല്ല. അതിൻ്റെ ഇടയിൽ ഒരു തലമുറ വിട്ടുപോകും. അപ്പോൾ നിങ്ങളിന്ന് ജീവിക്കുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള സമയത്താണ്. പറ്റി അവിടെ പോവുക, അവിടെ പോയി സ്നാനം ചെയ്യുക, ആ വെള്ളത്തിലൊന്ന് മുങ്ങുക. നിങ്ങൾ ഈ ഒരു കുംഭമേളയുടെ അത്രയും പുണ്യം വേറെ ഒരു സാധാരണ നടക്കുന്ന കുംഭമേളയ്ക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പുണ്യമില്ല എന്നുള്ളതല്ല, ഇത്രത്തോളം പവറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇനിയൊരു ചാൻസ് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന കുംഭമേളയിലോട്ട് വരുന്നത്. 40 കോടി ജനങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. 40 കോടി ജനങ്ങൾ ഓൾറെഡി അവിടെ എത്തി. ഇനി 26 വരെ ഉണ്ട്. അപ്പോൾ എത്ര കോടി ജനങ്ങളുണ്ടെന്ന് നോക്കണം. ആകെ 40 കോടി ജനങ്ങളാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് 40-ലും 60-ലും നിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവരും ചെല്ലുക. പ്രത്യേകിച്ച് അടുത്തൊരു 12-ാം തീയതി, ഫെബ്രുവരി 12-ാം തീയതി അവിടെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മഹാപുണ്യം. മനസ്സിലായോ? ആ ത്രിവേണിയിൽ പോയിട്ട് ഇങ്ങനെ ആസ്വദിച്ചൊരു മുങ്ങി ഭഗവാനോട് ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജീവിതം ഉണ്ടല്ലോ, അതങ്ങോട്ട് വളരെ പോസിറ്റീവാവും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സകലമാന നെഗറ്റീവുകളും മാറ്റിക്കൊണ്ട് നമുക്ക് എന്താ പറയുക, വലിയൊരു ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക. അവിടേക്ക് വരരുത് എന്നൊക്കെ പറയും, തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെ. നോ കോംപ്രമൈസ്. നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോകണം. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ട്രെയിന് ടിക്കറ്റില്ല, ഫ്ലൈറ്റ് ടിക്കറ്റില്ല, ഒരു രക്ഷയില്ല. എങ്ങനെ പോകണം? ഇനി റോഡ് മാർഗം മാത്രമാണ് പോകാൻ പറ്റുക. അപ്പോൾ റോഡ് മാർഗം പോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ, സെറ്റായിട്ടുള്ള ടീമിന്, അതിന് ഫണ്ടൊക്കെ വേണം പോകാൻ. നമ്മളൊന്നും ഇത്ര വലിയ ഫണ്ടർമാരൊന്നുമല്ല. പക്ഷെ അതിന് തയ്യാറാവുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിപ്പോൾ കൂടിയിട്ടൊക്കെ ഞാൻ അങ്ങോട്ട് പോകും. സത്യം പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് നല്ലൊരു വണ്ടി വേണം. സാധാ ചെറിയൊരു കാർ കൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു വണ്ടി ഉണ്ടെങ്കിലുള്ളൂ നമുക്കങ്ങോട്ട് ഓടിച്ചെത്താനും ക്ഷീണമില്ലാണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൂടി പോകും. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം. ഞാൻ എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ, ഇനി എനിക്ക് പറ്റില്ലെങ്കിൽ പിന്നെ വേറെ വഴിയില്ല. ബട്ട് എനിക്ക് അവിടെ എത്തണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, വയസ്സായ ആൾക്കാരെ കൊണ്ട് പോകണ്ട, അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെറുപ്പക്കാർ കുറച്ച് ആളുകൾ കൂടിയിട്ട് 10 പേരോ 15 പേര് ബസ് പോകാൻ പറ്റുമെങ്കിൽ ബസ് പോവാം. അങ്ങനെ പോയിട്ട് അവിടെ പങ്കെടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരൊക്കെ അവിടെ വന്നിട്ട് സ്നാനം ചെയ്ത് പോവുക. ഇന്നും പോയിട്ടില്ല, അവരവിടെ തന്നെ നിൽക്കുക. അവർ ഫെബ്രുവരി 26 കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അത്രയും ദിവസം അവരത് ആസ്വദിക്കും. അവരുടെ ആ ജീവിതത്തിലോട്ട് ആ വൈബ് അവർ കൊണ്ടുവരും. അപ്പം നമ്മൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേധികളുള്ളത്. നിക്ഷേധികൾ എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ അന്ധവിശ്വാസമായിട്ട് കണക്കാക്കിക്കൊണ്ട് അത് വിളിച്ചു പറയുന്നൊരു വിപ്ലവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഊളകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ നിങ്ങൾ വിട്. നിങ്ങളൊരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണത്. അതിനി പറ്റിയിട്ടില്ലെങ്കിൽ ഇനി 144 വർഷം നമുക്ക് ആയുസുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. സാധാരണ കുംഭമേളയ്ക്ക് നമുക്ക് പങ്കെടുക്കാം, പക്ഷേ ഈ മഹാകുംഭമേളയ്ക്ക് ഇനിയൊരു ചാൻസ് ഇല്ല. അതുകൊണ്ട് പറ്റുമെന്നുള്ള ആളുകൾ എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ എത്താൻ നോക്കുക. ഇതൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു ചാൻസാണ്. ആ ചാൻസ് നിങ്ങൾ കളയരുത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ എത്തി, പല ആളുകളും എത്തി. എനിക്ക് ഈ രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് എത്തണമെന്ന് എൻ്റെ മനസ്സ് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് സിറ്റുവേഷൻ ഒരുങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ട്രെയിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സ്ട്രാ ട്രെയിൻ കിട്ടുകയാണ്. ഇനിയിപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം അവിടെ അത്രത്തോളം ആളുകളായതുകൊണ്ട് ഇനി അനുവദിക്കേണ്ടതില്ല എന്നായിരിക്കും ഗവൺമെൻറ് തീരുമാനിക്കുക. പക്ഷേ സുരേഷ് ഗോപി സാറിനോടൊക്കെ കണ്ട് പല രീതിയിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ട്രെയിൻ കൂടി അനുവദിച്ച് കിട്ടിയ, ഒരു സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ ഭഗവാനെ ഞാൻ അവിടെ എത്തും. അങ്ങനെ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, ചാട്ടിക്കയറി ബുക്ക് ചെയ്തോണം. മനസ്സിലായോ? ഒരു ഇതും കരുതണ്ട. കാരണം ഇനി ആ ചാൻസ് ഇല്ല നിങ്ങൾക്ക്. പിന്നെ പോകുന്നവർ എന്താ പറയുക, ശ്രദ്ധിക്കുക. സ്വയം ആരോഗ്യമൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം പോവുക. കാരണം അത്രത്തോളം ജനങ്ങളെ സൂചി കുത്താൻ ഇട ഉണ്ടാവില്ല. പക്ഷേ
കുറച്ച് മണിക്കൂറുകൾ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇനി അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് 500 കോടി ലോട്ടറി അടിച്ചാൽ പോലും കിട്ടാനില്ല. അത് മനസ്സിലാക്കണം. പണം ഉണ്ടാകുക അതല്ലല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടല്ലോ. ഭഗവാൻ കറക്റ്റായിട്ട് നമ്മളെ ഈ ഒരു സമയത്ത് നമ്മൾക്ക് എന്താ പറയുക, നമ്മളെ ജനിപ്പിച്ചു വളർത്തി ഇവിടെ വരെ എത്തിച്ചു. നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് അവിടെ ആ ഒരു എന്താ പറയുക ഭക്തിസാന്ദ്രമായിട്ടുള്ള നിമിഷത്തിൽ അണിചേരാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അതിനൊരു ജന്മം നമുക്ക് തന്നിട്ടും നമ്മളത് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരായി പോകും. ഞാൻ പറഞ്ഞില്ല 5000 കോടി ലോട്ടറി അടിച്ചാലും കാര്യമില്ല, ഇതിനെത്തിപ്പെടാൻ പറ്റണം. ഞാനതിന് തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ്. എങ്ങനെങ്കിലും എത്തണമെന്ന് തന്നെയാണ്. കുറച്ച് സെറ്റ് ടീം കിട്ടുകയാണെങ്കിൽ ഒരു 3-4 കാറിലൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാം. നല്ലൊരു പിള്ളേരെ കിട്ടണം. പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ കഴിഞ്ഞ് പോരാ. നോക്കാം, ആരെങ്കിലുമൊക്കെ വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പുലിക്കുട്ടി തന്നെ ചിലപ്പോൾ അങ്ങോട്ട് പോകും. പറയാൻ പറ്റില്ല, പോണായി ചിലപ്പോൾ 5 മണിയൊക്കെ ആവും. എന്നാലൊരു ശ്രമം നടത്താമെന്നുള്ളതാണ് എൻ്റെ ഉള്ളിലിപ്പോൾ ഉള്ളത്. അപ്പോൾ പറ്റുന്നവർ ഒരിക്കലും പോവാതിരിക്കരുത്. അത് വലിയ അബദ്ധമായിരിക്കും. നിനക്കിനി ചാൻസ് ഇല്ല കേട്ടാ, നല്ലോണം കരുതിക്കോ. എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു കേട്ടോ. കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെക്കനെങ്കിലും കൂട്ടിപ്പോയാനെ ഞാൻ. പക്ഷേ അവിടെ ആ തിരക്കിൽ എങ്ങനെയാണ് കുട്ടീനെ കൊണ്ട് പോകാമെന്ന് ആലോചിച്ചിട്ടാണ് പറ്റാത്തത്. അവനെ കൊണ്ട് കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കില്ല. പോട്ടെ, സാരില്ല. അമ്മേനെയും കൊണ്ട് അച്ഛനെയും കൊണ്ടും പറ്റില്ല. 2 പേരും പ്രായമായി. അവരെ അവിടെ കൊണ്ടുപോയി ആ തിക്കിലും തിരക്കിലും പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാകും. അപ്പോൾ അതും നടക്കില്ല. അപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് വേണമെങ്കിൽ പോകാമെന്നുള്ളതാണ്. പോയാൽ അതൊരു സംഭവമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പുണ്യം.